ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പൗലോസ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 6-ാം അധ്യായത്തിൽ 19-ാമത്തെ തിരുവചനത്തിൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്നു: നമ്മുടെ ശരീരത്തെ നമ്മൾ എങ്ങനെയാണ് കാണേണ്ടത്, എങ്ങനെയാണ് ശരീരത്തെ നാം മനസ്സിലാക്കേണ്ടതെന്നുള്ളതിന് ഉള്ള ഒരു വചനമാണ്. 19ഉം 20ഉം വചനങ്ങൾ ഇങ്ങനെയാണ്: നിങ്ങളിൽ വസിക്കുന്ന ദൈവദത്തമായ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് നിങ്ങളുടെ ശരീരം. നിങ്ങളിൽ വസിക്കുന്ന ദൈവദത്തമായ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് നിങ്ങളുടെ ശരീരം. നമ്മെ ദൈവം സൃഷ്ടിച്ച നിമിഷത്തിൽ, മാതാപിതാക്കളുടെ സഹായത്തോടെ നമുക്ക് രൂപം നൽകിയ നിമിഷത്തിൽ തന്നെ അവിടുന്ന് നമ്മുടെ ഉള്ളിലൊരു സക്രാരി ഒരുക്കി. അതാണ് നമ്മുടെ ആത്മാവ്. അവിടുത്തെ ഛായയും സാദൃശ്യമുള്ള നമ്മുടെ ഈ ആത്മാവിൽ, ദൈവദത്തമായ ഈ ആത്മാവിൽ ദൈവം സജീവനായിട്ട് കുടികൊള്ളുന്നു, വസിക്കുന്നു. അങ്ങനെ നമ്മുടെ ആത്മാവ് സക്രാരിയായി, ശരീരം ദൈവാലയമായിട്ട് മാറുന്നു. അപ്പോൾ പൗലോസ്ലീഹ പറയുകയാണ്, നിങ്ങളിൽ വസിക്കുന്ന ദൈവദത്തമായ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് നിങ്ങളുടെ ശരീരം. അടുത്ത വചനം: നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല, നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. ആകയാൽ നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തണം. ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുക. അത് വീണ്ടും വീണ്ടും ഒന്ന് വായിക്കുമ്പോൾ ആഴത്തിൽ അതിൻ്റെ അർത്ഥം ഗ്രഹിക്കാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും. പരിശുദ്ധാത്മാവ് നമ്മളെ അത് പഠിപ്പിക്കും. നമ്മുടെ ശരീരത്തിൽ എങ്ങനെ ദൈവത്തെ മഹത്വപ്പെടുത്താമെന്ന് റോമാലേഖനം 12-ാം അധ്യായത്തിൻ്റെ 1-ാം വചനത്തിൽ പരിശുദ്ധാത്മാവ് പൗലോസ്ലീഹ വഴി പ്രബോധനം നൽകിയിട്ടുണ്ട്. അതിങ്ങനെയാണ്: റോമാലേഖനം 12-ാം അധ്യായം 1-ാം വചനം: ആകയാൽ സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായി അർപ്പിക്കണം. നിങ്ങളുടെ ശരീരങ്ങളെ ദൈവത്തിന് പ്രീതികരമായ സജീവ ബലിയായി അർപ്പിക്കണം. അതാണ് യഥാർത്ഥത്തിലുള്ള ആരാധന. ശരീരത്തെ ഒരു ബലിയായി അർപ്പിക്കുക. ഞാൻ 2 ഗണത്തിൽപ്പെട്ടവരെ ഒന്ന് പ്രത്യേകം എടുത്തു കാണിക്കുകയാണ്. ഒരു കുഞ്ഞിനെ ഗർഭം ധരിച്ച് അതിനെ പ്രസവിച്ച് പാലൂട്ടി വളർത്തുന്ന ഒരമ്മ, അതുമായിട്ട് ബന്ധപ്പെട്ട് സഹിക്കുന്ന സഹനങ്ങളും ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്തങ്ങളുടെ ഭാരങ്ങൾ എത്ര വലുതാണെന്ന് ഇതിനെക്കുറിച്ച് എന്നെപ്പോലുള്ള പുരുഷന്മാർ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അവരെ ഞാൻ ദൈവത്തിരുമുമ്പിൽ കണ്ടുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് പലപ്പോഴും ബഹുമാനത്തോടെ, ആദരവോടുകൂടി ഞാൻ അവരെ ദൈവകരങ്ങളിൽ കൊടുത്തിട്ടുണ്ട്. കാരണം ഒരു സജീവ ബലിയായി ശരീരത്തെ സമർപ്പിക്കാത്ത ഒരു സ്ത്രീക്കും ഒരമ്മയാകാൻ പറ്റില്ല. പ്രസവിച്ച സ്ത്രീയാകാൻ പറ്റും. പ്രസവിച്ച എത്രയോ സ്ത്രീകൾ മാതൃത്വമില്ലാതെ കുഞ്ഞുങ്ങളെ വധിക്കുന്നു. അടുത്ത കാലത്ത് തന്നെ നമ്മൾ TV-യിൽ ഒരു വാർത്ത കേട്ടു, പത്രത്തിലൊരു വാർത്ത കണ്ടു. മറ്റൊന്നുമല്ല, ഭർത്താവിനോടുള്ള ദേഷ്യം കൊണ്ട് കുഞ്ഞിനെ വധിച്ച ഒരമ്മയുടെ ഒരു ചിത്രം അവിടെ നമ്മൾ കണ്ടു. ആ അമ്മയ്ക്ക് എങ്ങനെ പറ്റി? കാരണം മാതൃത്വമില്ല. ഉള്ളിൽ ഉരുവാകുന്ന കുഞ്ഞിനെ എങ്ങനെ ഒരു അമ്മയ്ക്ക് കൊല്ലാൻ പറ്റും? കാരണം മാതൃത്വമില്ല. മാതൃത്വം എന്ന് പറയുന്നത് സ്ത്രീത്വം ലഭിച്ച എല്ലാവർക്കും ദൈവം കൊടുക്കുന്നൊരു ഗിഫ്റ്റാണ്. സ്ത്രീത്വം മാത്രമുള്ള ഒരു സ്ത്രീക്ക് ഗർഭം ധരിക്കാനും പ്രസവിക്കാനും പറ്റും, കുഞ്ഞിനെ വളർത്താനും പറ്റുമായിരിക്കും. പക്ഷേ ദൈവ പൈതലായി വളർത്താൻ പറ്റില്ല. കാരണം ശരീരത്തെ ഒരു ബലിയായി സമർപ്പിച്ചിട്ടില്ല. അപ്പോൾ വചനം പറയുന്നത് ഒരു സജീവ ബലിയായി നിങ്ങളുടെ ശരീരത്തെ സമർപ്പിക്കണമെന്നാണ്. അതൊരു ചെറിയ കാര്യമല്ല. അതുപോലെ തന്നെ ഈ സിസ്റ്റേഴ്സൊക്കെ, അതുപോലെ വലിയ ത്യാഗപൂർണമായ ജീവിതം നയിക്കുന്ന സമർപ്പിതരായിട്ടുള്ളവർ, പുരോഹിതർ, അതുപോലെ ജീവിതത്തിലെ ഉത്തരവാദിത്വം നിർവഹിക്കുന്ന നല്ല മാതാപിതാക്കൾ, അതായത് അപ്പൻ, അമ്മ, എല്ലാവരും തന്നെ വിജയകരമായ കുടുംബജീവിതമോ വിജയകരമായ സന്യാസ ജീവിതമോ പൗരോഹിത്യ ജീവിതമോ നയിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവർ ശരീരത്തെ ഒരു സജീവ ബലിയായി അർപ്പിച്ചു എന്നുള്ളതാണ്. നമുക്ക്
നമ്മുടെ ശരീരത്തെ സജീവ ബലിയായി അർപ്പിക്കുന്ന കാര്യത്തിൽ വിജയിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് ആത്മശോധന ചെയ്യാൻ ഈ സമയത്ത് നമുക്ക് ഒന്ന് പരിശ്രമിക്കാം. ദൈവം നമ്മുടെ ഈ ഒരു പരിശ്രമത്തെ വിജയിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.